അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ ഒരാളെ ഡിഫെൻഡ് ചെയ്യാനോ ഒരാൾക്ക് വേണ്ടി വാദിക്കാനോ വക്കീലില്ല. പക്ഷേ അയാൾക്ക് വേണ്ടി അയാളുടെ ഭാഗം ഒരു വക്കീൽ വാദിക്കേണ്ട ആവശ്യമാണ് എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ഒരാളെ അമിക്കസ് ക്യൂറി ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യും. അതൊരു സർവീസാണ്, കോടതിക്ക് ചെയ്യുന്നൊരു സർവീസാണ്. അയാളുടെ ഭാഗം വാദിക്കുക, അയാളുടെ കേസ് പഠിച്ച് വാദിക്കുക. അച്ഛൻ ശങ്കരനാരായണ പിള്ള എന്നെ ഇത്തിരി ഗൗരവക്കാരനൊക്കെ ആയിരുന്നു. എല്ലാവർക്കും റെസ്പെക്റ്റുള്ളൊരു വക്കീലായിരുന്നു. കേസ് മറന്നുപോയി. എന്നാലും ഞാൻ ഒരാഴ്ചയ്ക്കകം തന്നെ ഹൈക്കോടതിയിൽ ഞാനൊരു കേസ് വാദിച്ചു. അപ്പോൾ അന്നൊക്കെ പിന്നെ അച്ഛൻ എല്ലാം പഠിപ്പിച്ച് റിഹേഴ്സലൊക്കെ എടുത്ത് എങ്ങനെയൊക്കെയാണ് അന്ന് വിടുക. കേസിൻ്റെ ഫാക്ട്സ് ഒന്നും ഓർക്കുന്നില്ല. പറവൂരിൽ നിന്നുള്ളൊരു കേസായിരുന്നു. ജസ്റ്റിസ് ചന്ദ്രശേഖരമേനോൻ്റെ അടുത്തായിരുന്നു വാദിച്ചത്. അപ്പോൾ വാദിച്ചു കഴിഞ്ഞപ്പോൾ ജഡ്ജി പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ബെഞ്ചിലാർക്ക് പറഞ്ഞു ഇന്നാരുടെ മകനാണ്. അപ്പോൾ പുള്ളി ജഡ്ജ്മെൻറ്റിൽ എഴുതുകയും വെച്ചു, വെഹിമൻലി ആർഗ്യൂഡ് എന്നൊക്കെ പറഞ്ഞു. കേസ് ഗുണമായി, ജയിച്ചു. തുടക്കത്തിൽ ഇപ്പം അച്ഛൻ്റെ ഓഫീസായിരുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു സാധാരണ ജൂനിയേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാനവിടെ ഓഫീസിന് താമസിച്ചിരുന്നു. ഓഫീസ് താമസിച്ച് രാവിലെ അച്ഛൻ വരുന്നതിന് മുമ്പേ കുളിച്ച് ഓഫീസ് ഒരുങ്ങി സീറ്റിലിരിക്കുമായിരുന്നു. അച്ഛനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ വരും ഇവിടെ നിന്ന് പറവൂർ. അച്ഛൻ ദിവസം പറവൂരിൽ നിന്ന് പോയി വരുമായിരുന്നു. അതെ, അച്ഛനങ്ങനെ 83 വരെ ഞാൻ അച്ഛൻ്റെ കൂടെ. ജൂനിയേഴ്സ് സാധാരണ സീനിയേഴ്സ് അങ്ങനെ വലിയ കേസുകളൊന്നും ഏൽപ്പിച്ച് വിടില്ല, ധൈര്യമില്ല. അതിപ്പോൾ എൻ്റെ ഫാദർ ആയിരുന്നുകൊണ്ട് പിന്നെ എല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് വിടുമായിരുന്നു, ഏത് കോടതിയാണെങ്കിലും വാദിക്കാനും ഒക്കെ. അങ്ങനെയുള്ള ജൂനിയേഴ്സിന് എങ്ങനെ ഒരു 5-6 കൊല്ലം കഴിയാണ്ടൊന്നും ഒരു സ്റ്റാൻഡ് കിട്ടില്ല. കോടതിയിൽ ദിവസവും അന്നത്തെ കേസുകൾ വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതിനെ റോൾ കോൾ എന്ന് പറയും. റോൾ കോളിൽ എല്ലാ കേസും വിളിക്കും. അപ്പോൾ എല്ലാ കേസും മാറ്റി വയ്ക്കില്ല, അന്ന് കേൾക്കാനുള്ള കേസുകൾ എടുത്ത് മാറ്റി വയ്ക്കും. റോൾ കോൾ കഴിഞ്ഞിട്ട് ഓരോ കേസായിട്ട് എടുത്ത് വിസ്താരം ഉണ്ടാവും, വാദം ഉണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ടാവും. ജില്ലാ കോടതി 11 തൊട്ട് 1:30 വരെ, ഹൈക്കോടതി 10:15 തൊട്ട് 1 മണി വരെ. ഉച്ചയ്ക്ക് അതുപോലെ തന്നെ ജില്ലാ കോടതി 1:45 തൊട്ട് 5 വരെ, ഹൈക്കോടതി 1:45 തൊട്ട് 4:30 വരെ. ഞങ്ങളുടെ എത്തിക്സ് അനുസരിച്ച് കക്ഷിയെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. നമ്മുടെ കക്ഷി പറയണതാണ് ശരി, അതിനുവേണ്ടി അയാളെ സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ കക്ഷി എല്ലാ സത്യവും നമ്മളോട് പറയണം എന്നുള്ളതുണ്ട്. ഡോക്ടറോടും വക്കീലിനോടും എല്ലാ സത്യവും പറയണം. എന്നാലും നമ്മുടെ കക്ഷിയാണ് ശരി എന്നുള്ള രീതിയിൽ വേണം മുൻപോട്ട് പോകാൻ. തെറ്റാണെങ്കിൽ നിയമപരമായിട്ട് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കും. ഒരാൾ കുത്തിക്കൊന്നിട്ട് വന്നാലും അയാൾക്കും പറയാനൊരു ന്യായം ഉണ്ടാവും. അയാളെ രക്ഷിക്കുക എന്നുള്ളതാണ് വക്കീലിൻ്റെ ജോലി. പുതിയൊരു കേസാണെങ്കിൽ നമ്മൾ സ്ഥലമൊക്കെ പോയി കാണാറുണ്ട്, എന്നിട്ടാണ് എഴുതി തയ്യാറാക്കുക. പഴയ കേസാണെങ്കിൽ ഇപ്പോൾ കേസ് കെട്ടുണ്ടാവുമല്ലോ, അല്ലെ കടലാസുകൾ ഓരോന്ന് വായിച്ച് നോക്കിയാൽ നമുക്കറിയാം, പഠിക്കാം. ചെറിയ നിയമങ്ങളിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും നടപടികളൊക്കെ അത് തന്നെയാണ്. ക്രിമിനൽ അല്ലാത്ത എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഉദ്ദേശിക്കുന്നത് വസ്തു സംബന്ധമായ, പിന്നെ ബിസിനസ്, പൈസ, അതൊക്കെ സിവിലിൽ പെടും. പിന്നെ റിട്ടെന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങൾ നോക്കുന്നത്, ഹൈക്കോടതിക്ക് മാത്രം അധികാരമുള്ളത്. അതുമൊക്കെ നോക്കും. പൊതുവേ ക്രിമിനൽ കേസുകൾ നോക്കുന്നില്ല എന്ന് മാത്രം. അടിപിടി, കൊലപാതകം, ബലാത്സംഗം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് മാത്രം. അതിനൊക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് ആൾക്കാർ വേറെ ഉണ്ട്. അല്ല, നമുക്കൊരു കക്ഷിക്കെതിരായിട്ടൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കക്ഷിയോട് പറയണം എന്നുള്ളതാണ്. കക്ഷിയോട് പറയണം, കക്ഷിക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കണം. ചിലപ്പോൾ ഉണ്ടാവാം അങ്ങനത്തെ. നമുക്കിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള എതിർചേരിയുള്ള ഒരാളുടെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. എനിക്ക് തോന്നിയിട്ടില്ല. വക്കീലിനൊറ്റ ഒരു തസ്തികയേ ഉള്ളൂ. 81 എൻറോൾ ചെയ്തു. പിന്നെ 83 ഓഗസ്റ്റ് ആയപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ ഒരു റിട്ടയേർഡ് ജില്ലാ ജഡ്ജി അനന്തസുബ്രഹ്മണ്യ സ്വാമിയുടെ സഹായത്തോടുകൂടി പിന്നെ ഞാൻ ഓഫീസ് മുൻപോട്ട് കൊണ്ടുപോയി.
ഇപ്പോൾ 43 വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ ഓഫീസിൽ അങ്ങനെ 4-5 പേര് ഒന്നിച്ച് പോകുന്നു. ഞങ്ങൾ കുറേ വർഷങ്ങളായി ഒന്നിച്ച് പോകുന്നവരാണ്. കഴിയുന്നതും കോടതിയിൽ ഇരിക്കുക. കോടതിയിൽ നിന്ന് കിട്ടുന്നതിനപ്പുറം എക്സ്പീരിയൻസ് നമുക്കൊരു പുസ്തകത്തിൽ നിന്നും കിട്ടില്ല. കഴിയുന്നത്ര സമയം നമ്മൾ കോടതിയിലിരിക്കണം. അതാണ് നമ്മളൊരു പറയാൻ ആഗ്രഹിക്കുന്നൊരു ഇത്. രാവിലെ 11 മണിക്ക് കയറി കഴിഞ്ഞാൽ ഈ താഴെ ഇരിക്കുന്ന ആൾ ബെഞ്ചിലാർക്കെന്ന് പറയും. അയാൾ അന്നത്തെ കേസുകൾ മുഴുവൻ വിളിക്കും. അന്നപ്പോൾ കേൾക്കാൻ തയ്യാറുള്ള കേസുകൾ, വിസ്തരിക്കാൻ തയ്യാറുള്ള കേസുകൾ അത് മാറ്റിവെക്കും. ഈ റോൾ കോൾ കഴിയുമ്പോൾ ആ കേസുകൾ വീണ്ടും വിളിക്കും. ഓരോ കേസുകളായിട്ട് എടുക്കും. അങ്ങനെയാണ്. ഒരു സ്റ്റേഷനിൽ 3 കൊല്ലം വരെ ഒരു ജഡ്ജി ഇരിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനിടയ്ക്ക് വല്ല പ്രൊമോഷനോ അങ്ങനെയൊക്കെ വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ സാധാരണ കേസിൽ 3 കൊല്ലം ഒരു സ്റ്റേഷനിൽ ജഡ്ജി ഉണ്ടാവും. എറണാകുളം ജില്ലാ കോടതി ആണെങ്കിൽ അവിടെ അതിൻ്റെ അകത്ത് കുറേ ജഡ്ജിമാരുണ്ടല്ലോ. ഇപ്പോൾ എറണാകുളത്തെ കണക്കെടുത്താൽ 4 മുൻസിഫ്മാരുണ്ട്, 4 സബ് ജഡ്ജിമാരുണ്ട്, 8-9 ജില്ലാ ജഡ്ജിമാരുണ്ട്. എല്ലാം കോടതികളാണ്. ആദ്യം ഹൈക്കോടതിയാണ് ഏറ്റവും മുകളിൽ. അതിന് ശേഷം വേണം ജില്ലാ കോടതികൾ, പിന്നെ സബ് കോടതികൾ, മുൻസിഫ് കോടതി. ഇതാണ് സിവിൽ ലൈനിൽ വരുന്നത്. ക്രിമിനൽ കോടതിയാണെങ്കിൽ ജില്ലാ കോടതിയെ തന്നെ സെഷൻസ് കോടതി എന്ന് പറയും. അതിൻ്റെ താഴെ മജിസ്ട്രേറ്റ് കോടതി അങ്ങനെ വരും. അത് മജിസ്ട്രേറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം എവിടെ ഇരുന്നാലും കോടതിയാണെന്നാണ് സങ്കല്പം. അപ്പോൾ ഇപ്പോൾ അർദ്ധരാത്രിയാണ് പോലീസ് ഒരു കള്ളനെ പിടിക്കുന്നതെങ്കിലും നേരെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടും. മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാണ്ട് റിമാൻഡ് ചെയ്യാൻ പറ്റില്ല, ജയിലിലിടാൻ പറ്റില്ല. അത് ആദ്യകാലത്ത് 3 കൊല്ലത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് എഴുതി അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇടക്കാലത്ത് പ്രാക്ടീസ് വേണ്ട, LLB പാസ്സായ ഉടനെ ടെസ്റ്റ് എഴുതാമെന്നായി. അതിപ്പോൾ വീണ്ടും സുപ്രീം കോടതി 3 കൊല്ലത്തെ പ്രാക്ടീസ് വേണം എന്ന് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവധികൾ ഇത്തിരി കൂടുതലാണ്. ഓണത്തിന് 10 ദിവസം അവധി, ക്രിസ്മസിന് 10 ദിവസം അവധി, സമ്മർ വെക്കേഷൻ 45 ദിവസം അവധി, പിന്നെ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും പബ്ലിക് ഹോളിഡേയ്സും എല്ലാം അവധി. അപ്പോൾ അവധികൾ ഇത്തിരി കൂടുതലാണെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. ഒത്തിരി കേസുകൾ പെൻഡിങ് ഉണ്ട്. നമ്പർ ഓഫ് കേസസ് ഒരുപാടായതുകൊണ്ട്, കോടതിക്ക് തീർക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടുണ്ട്. അത് അദാലത്തിലൊക്കെ വിളിച്ച് കുറേയൊക്കെ തീർക്കണ്ട, പക്ഷെ ഒരു പരിധി വരെ. എന്നാലും വളരെയധികം കേസുകൾ പെൻഡിങ്ങാണ്. ഇതിപ്പോൾ ഹൈക്കോടതിയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ 10-12 വർഷം പഴക്കമുള്ള കേസുകളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്താൽ ആദ്യം എതിർഭാഗത്തിന് സമൻസ് പോവും, സമൻസോ നോട്ടീസോ പോവും. എന്നിട്ട് സമൻസ് മടങ്ങാനായിട്ടൊരു ഡേറ്റ് വയ്ക്കും. അന്ന് ഹാജരായി കഴിഞ്ഞാൽ അവർക്കുള്ള ആക്ഷേപമോ പത്രികയോ അത് ഫയൽ ചെയ്യാനായിട്ടൊരു ഡേറ്റിലേക്ക് വയ്ക്കും. പിന്നെ കോർട്ട് ഫീസ് അങ്ങനെ ചില നടപടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് സിവിൽ കേസൊക്കെ തെളിവിന് വയ്ക്കും, വിസ്താരത്തിന് വയ്ക്കും. അത് ഒരു സ്പെഷ്യലിസ്റ്റ് പെടുത്തി തീർക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെ അസൗകര്യങ്ങൾ വന്നിട്ട് മാറി മാറി പോകാറുണ്ട്. ജഡ്ജി അങ്ങനെ ആദ്യം മുതൽ പഠിക്കണ്ട, എല്ലാം കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. ഫൈനൽ ഹിയറിങ് കഴിയുമ്പോഴേ ജഡ്ജി അത് പഠിക്കേണ്ട കാര്യമുള്ളൂ. കോടതിയിൽ വെച്ച് എതിർഭാഗം വക്കീലുമായിട്ട് നന്നായിട്ട് വഴക്ക് പിടിക്കാറുണ്ട്. വളരെ ശരിക്കും തർക്കിക്കുകയും വഴക്ക് പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ കോടതിക്ക് വെളിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആദ്യം പോലീസിലാണ് കൊടുക്കേണ്ടത്. പോലീസ് നടപടിയൊന്നും എടുത്തില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നമുക്ക് നേരിട്ട് പരാതി കൊടുക്കാനുള്ള വകുപ്പുണ്ട്. പിന്നെ നമുക്ക് പോലീസിനെതിരെയാണെങ്കിൽ പോലീസ് ഇടപെടരുത്, അത്തരത്തിലുള്ള കേസുകൾ വരാമല്ലോ. അതൊക്കെ ഹൈക്കോടതിയിൽ നമ്മൾ റിട്ടായിട്ടാണ് കൊടുക്കുക. പിന്നെ പോലീസ് സഹായം വേണം എന്ന് പറഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷൻ അതും ഹൈക്കോടതിയിലാണ് കൊടുക്കുക. റിട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ്. ആർട്ടിക്കിൾ 226 വകുപ്പ് അനുസരിച്ച് കൊടുക്കുന്ന കേസുകളാണ്. അത് തുടക്കത്തിലൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ എന്ത് കാര്യത്തിനും കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അതാണ് റിട്ട് എന്ന് പറയുന്നത്. ഈ കാലാനുസൃതമായിട്ട് കുറ്റങ്ങൾ കൂടുന്നുണ്ട്, ശിക്ഷകൾ കൂടുന്നുണ്ട്, പുതിയ പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. പണ്ടൊക്കെ ഈ ചെക്ക് ഡിസോണർ ചെയ്ത ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനൊരു നിയമം ഉണ്ടായി, അങ്ങനെ കേസുകൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ കാലാനുസൃതമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്.
മാറ്റം കൊണ്ടുവരാൻ അധികാരം പാർലമെൻറ്റിന് മാത്രമേ ഉള്ളൂ. പാർലമെൻറ്റിനും അസംബ്ലിക്കും മാത്രമേ ഉള്ളൂ. ലെജിസ്ലേച്ചറിനാണ് നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ അധികാരം. കോടതി ആ നിയമങ്ങൾ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് കോടതിയുടെ ജോലി. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണോ എന്ന് നോക്കേണ്ടത് ഹൈക്കോടതിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനെതിരാണെങ്കിൽ അത് അങ്ങനെ തന്നെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാം.